മുംബൈയിൽ യാത്രാ ബോട്ടും നാവികസേനയുടെ സ്പീഡ് ബോട്ടും കൂട്ടിയിടിച്ച് 13 പേർ മരിച്ചു. തകർന്ന യാത്രാ ബോട്ടിൽ 100-ലധികം പേരുണ്ടായിരുന്നു. രക്ഷപ്പെട്ടവരിൽ ചിലർ അതീവ ഗുരുതരാവസ്ഥയിലാണെന്നാണ് വിവരം. ഗേറ്റ്വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് എലിഫന്റ ദ്വീപിലേക്ക് പോയ ബോട്ടാണ് മുങ്ങിയത്. വൈകിട്ട് 4 മണിയോടെയായിരുന്നു അപകടം. കിരൺ ബാബു കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. കിരൺ, വലിയ അപകടം ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. 13 പേരുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു. ഇനിയും ചില ആളുകളുടെ നില ഗുരുതരമായി തുടരുന്നു എന്ന് പറയുമ്പോൾ ആശങ്ക ഉയർത്തുന്ന വാർത്തയാണ്. അത്യന്തം ആശങ്ക ഉയർത്തുന്ന വാർത്ത തന്നെയാണ് മുംബൈയിൽ നിന്ന് വരുന്നത്. 101 പേരെയാണ് രക്ഷിക്കാൻ കഴിഞ്ഞത്. 13 പേരാണ് ഇപ്പോൾ മരണമടഞ്ഞിട്ടുള്ളത്. ഈ രക്ഷപ്പെടുത്തിയവരെല്ലാവരും തന്നെ ആശുപത്രിയിലാണ്. ഇതിൽ ഏതാനും പേരുടെ നില മാത്രമാണ് ഗുരുതരമായിട്ടുള്ളത് എന്നത് ഒരു തരത്തിൽ മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. 5 പേരെയാണ് കാണാതായിട്ടുള്ളത്. 5 പേരെ കാണാതായവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം ഇപ്പോൾ നടക്കുകയാണ്. വളരെ ഊർജിതമായ രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത്. വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് 3:55 ഈ അപകടം ഉണ്ടാവുന്നത്. മുംബൈയിലെ ഗേറ്റ്വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് എലിഫന്റ് ഐലൻഡിലേക്ക് പോകുന്ന യാത്രികരായിരുന്നു. സ്ഥിരമായി ആ സ്ഥലത്തേക്ക് പോകുന്ന ഫെറി ഉള്ളതാണ്. യാത്രക്കാരൊക്കെ സഞ്ചാരികളൊക്കെ ഈ സ്ഥലത്തേക്ക് പോകുന്നതാണ്. അങ്ങനെ പോയ ഒരു ഫെറിയിലാണ് ഒരു നാവികസേനയുടെ സ്പീഡ് ബോട്ട് വന്നിടിച്ചത്. സ്പീഡ് ബോട്ടിന്റെ യന്ത്ര തകരാർ മൂലം അതിന്റെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് പ്രാഥമികമായി ഇപ്പോൾ ലഭ്യമായ വിവരം. ഇതിടിച്ച ബോട്ട് അപ്പോൾ ആടിലഞ്ഞ് മറിയുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഈ അപകടമുണ്ടായത്. തൊട്ടടുത്ത് തന്നെ നിരവധി ബോട്ടുകൾ ഉണ്ടായിരുന്നു. ഗേറ്റ്വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് വളരെ ദൂരം എത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ബോട്ടുകൾ ഉണ്ടായിരുന്നു. ആ ബോട്ടുകളിൽ നിന്നുള്ളവരാണ് പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടത്. നിലവിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. 5 പേരെയാണ് നിലവിൽ കാണാതായിട്ടുള്ളത്. 4 നാവികസേന ഹെലികോപ്റ്ററുകളും 11 നാവികസേന ബോട്ടുകളും കോസ്റ്റ് ഗാർഡിന്റെ ഒരു ബോട്ടും 3 മറൈൻ പോലീസ് ബോട്ടുകളും രക്ഷാപ്രവർത്തനത്തിനായി ഉണ്ട്. അതോടൊപ്പം തന്നെ മുങ്ങൽ വിദഗ്ധരടക്കമുള്ള നാവികസേനാംഗങ്ങളും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. 13 പേർ മരിച്ചതിൽ 10 പേർ ഈ സഞ്ചാരികളാണ്. 3 പേർ നാവിക സേനാംഗങ്ങളാണ് മരിച്ചത്. ഈ തൊട്ടടുത്ത് തന്നെ മറ്റു ബോട്ടുകളും യാത്രാ ബോട്ടുകൾ അടക്കം ഫെറികളും ഒക്കെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞു. അല്ലെങ്കിൽ ഈ അപകടം ഏകദേശം 101 പേരെയാണ് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞെന്ന് ഓർക്കണം. 13 പേർ മരിച്ചപ്പോൾ തന്നെ 101 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് തൊട്ടടുത്ത് ഇത്തരം ബോട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ടും പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം തുടങ്ങാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് 101 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. എന്തായാലും അത്യന്തം ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായത്. മുംബൈയിൽ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് ഇവർക്ക് 5 ലക്ഷം രൂപ വീതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് നൽകും എന്ന് ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ 5 പേരെയാണ് നിലവിൽ കാണാതായതായി വിവരമുള്ളത്. ഈ 5 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. കിരൺ, ഈ നാവികസേനയുടെ സ്പീഡ് ബോട്ടാണ് ഇത്തരത്തിൽ ചെന്ന് ഈ യാത്രാ ബോട്ടുമായി ഇടിച്ച് അപകടമുണ്ടാക്കിയിരിക്കുന്നത്. നാവികസേനയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വിശദീകരണം ഈ വിഷയത്തിൽ വന്നിട്ടുണ്ടോ? ആരുടെ ഭാഗത്തെ വീഴ്ചയാണ് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിശദീകരണം വരുന്നുണ്ടോ? ഈ നാവികസേനയുടെ വീഴ്ചയാണ് എന്നുള്ള വിശദീകരണം തന്നെയാണ് ഇപ്പോൾ വരുന്നത്. ഇതിന് യന്ത്ര തകരാറുണ്ടായി. ആ ബോട്ടിൻ്റെ നിയന്ത്രണം, സ്പീഡ് ബോട്ടിൻ്റെ നിയന്ത്രണം നഷ്ടമാകുന്ന അവസ്ഥയുണ്ടായിരുന്നു. മറ്റ് ബോട്ടുകളിൽ നിന്നുള്ള യാത്രികരുടെയൊക്കെ ദൃക്സാക്ഷി വിവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ബോട്ട് ഫെറിയുടെ ചുറ്റും കിടന്ന് കറങ്ങുകയായിരുന്നു. അതിനുശേഷം അത് നിയന്ത്രിക്കാൻ അവർക്ക് കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. അത് യന്ത്ര തകരാറ് കൊണ്ടാണ് ഇത്തരം ഒരു നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വന്നത് എന്നാണ് പ്രാഥമിക നിഗമനം.
അത് ഈ ബോട്ടിൽ ഈ ഫെറിയിൽ ഇടിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഫെറിയിൽ 100-ലേറെ ആളുകൾ ഉണ്ടായിരുന്ന ഒരു ഫെറിയാണ്. അതിൽ 101 പേരെ രക്ഷപ്പെടുത്തി. 13 പേർ മരണപ്പെട്ടു, 5 പേരെ കാണാതായിട്ടുണ്ട്. അത്രയും ആളുകൾ ഈ ഫെറിയിൽ ഉണ്ടായിരുന്നു. എലിഫൻ്റ ദ്വീപിലേക്ക് സ്ഥിരമായി അങ്ങനെ മുംബൈയിൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ എത്തുന്ന ആളുകളൊക്കെ ഇങ്ങനെ സഞ്ചാരികളെല്ലാവരും അവിടെ പോകാറുണ്ട്. സ്ഥിരമായി ആളുകൾ പോവുകയും അങ്ങനെ അപകടങ്ങളൊന്നും കാര്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള ഒരു സ്ഥലം കൂടിയല്ല ഇത്. നിരവധി ബോട്ടുകളും ഫെറികളും ഒക്കെ ഈ സമയത്ത് കടലിൽ ഉണ്ടാവാറുണ്ട്. ഏകദേശം 30-40 മിനിറ്റ് ദൈർഘ്യം വരുന്ന ഒരു യാത്ര കൂടിയാണിത്. അങ്ങനെ മറ്റു തരത്തിലുള്ള കാര്യമായ അപകടങ്ങളൊന്നും സാധാരണ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ പക്ഷേ ഈ ബോട്ടിൽ ഉണ്ടായിരുന്ന എല്ലാവരും ലൈഫ് ജാക്കറ്റ് ധരിക്കണമെന്നാണ് നിയമം എന്നൊക്കെ ഉണ്ടെങ്കിലും പൂർണ്ണമായി എല്ലാവരും ലൈഫ് ജാക്കറ്റ് ധരിച്ചിരുന്നില്ല എന്നും ദൃക്സാക്ഷികൾ മറ്റ് ബോട്ടുകളിലുണ്ടായിരുന്ന യാത്രക്കാരുടെ മൊഴികളിൽ നിന്ന് വരുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ ഇനി പിന്നീട് അറിയേണ്ട വിവരമാണ്. എന്തുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായതെന്നും എങ്ങനെയാണ് അതിൽ മറ്റ് സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ കൃത്യമായി പാലിച്ചിരുന്നോ എന്നുള്ളതൊക്കെ ഇനി വ്യക്തമാവേണ്ട കാര്യമാണ്. പക്ഷേ ഈ സമയത്ത് ഏറ്റവും പ്രധാനം രക്ഷാപ്രവർത്തനം എന്നുള്ളതാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ 13 പേരുടെ ജീവൻ നഷ്ടമാകുമ്പോൾ തന്നെ 101 പേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നത് വലിയ ഒരു ഭാഗ്യം എന്നൊക്കെ പറയാം. ആ സമയത്ത് തൊട്ടടുത്ത് തന്നെ മറ്റ് ബോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബോട്ട് ആടി ഉലഞ്ഞ് മറയുന്ന സമയത്ത് ആളുകൾ പലരും കടലിലേക്ക് എടുത്തിയാടിയ ആളുകളെയൊക്കെ രക്ഷപ്പെടുത്താൻ മറ്റ് ബോട്ടിലുള്ളവർ തയ്യാറായി. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ, മറ്റ് ബോട്ടുകളിലുണ്ടായിരുന്നവർ, നാവികസേനാംഗങ്ങൾ, കോസ്റ്റ് ഗാർഡൊക്കെ വളരെ വേഗം തന്നെ എത്തി. തീരത്ത് നിന്നും അധികം അകലെയല്ലായിരുന്നുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ ഇവർക്ക് എല്ലാവർക്കും എത്താൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു നടുക്കടലിലേക്ക് ഇങ്ങനെ ഒരു അപകടമുണ്ടായാൽ സാധാരണഗതിയിൽ കൂടുതൽ പേർക്ക് ജീവൻ അപകടത്തിൽപ്പെടുന്ന മുങ്ങിപ്പോകുന്ന അപകടം ഒക്കെ ഉണ്ടാവേണ്ടതാണ്. പലർക്കും ബഹുഭൂരിപക്ഷം പേരും അങ്ങനെ നീന്തലൊന്നും അറിയുന്ന ആളുകൾ ആവണമെന്നില്ല. അവരൊക്കെ അപകടത്തിൽപ്പെടേണ്ടതാണ്. പക്ഷേ ആ സമയത്ത് തന്നെ രക്ഷാപ്രവർത്തനം വളരെ വേഗത്തിൽ തന്നെ നടന്നിരുന്നു എന്നാണ് ലഭ്യമായ വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 101 പേരെ രക്ഷപ്പെടുത്തി ഏറ്റവും അടുത്തുള്ള ആശുപത്രികളിൽ എത്തിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഏതാനും പേരുടെ നില ഗുരുതരമാണ്. ശ്വാസകോശത്തിലൊക്കെ വെള്ളം കയറി അത്തരത്തിൽ ഗുരുതരമാണ്. അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം തീവ്രമായി തന്നെ തുടരുകയാണ്. പിന്നീടാണ് ഇതിൽ എത്ര പേരുണ്ടായിരുന്നു, എത്ര പേരെ രക്ഷപ്പെടുത്തി എന്നുള്ള കണക്കൊക്കെ വളരെ വേഗം തന്നെ എടുത്ത് എന്തായാലും അങ്ങനെ 5 പേരെ കാണാതായി എന്നതാണ് ഏറ്റവും അവസാനം ലഭ്യമായ വിവരം. ഈ 5 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് രാത്രിയും തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. 4 നാവികസേനയുടെ ഹെലികോപ്റ്ററുകൾ ആകാശമാർഗമുള്ള തെരച്ചിൽ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ 11 നാവികസേന ബോട്ടുകൾ, സ്പീഡ് ബോട്ടുകളും ചെറിയ ബോട്ടുകളും അടക്കം അതിൻ്റെ വിവിധ ക്രാഫ്റ്റുകളാണ് അതിൻ്റെ തെരച്ചിൽ നടക്കുന്നുണ്ട്. ഒരു കോസ്റ്റ് ഗാർഡിൻ്റെ ബോട്ടിൻ്റെ തെരച്ചിൽ നടക്കുന്നുണ്ട്. 3 മറൈൻ പോലീസ് ബോട്ടുകളിലും തെരച്ചിലുണ്ട്. മത്സ്യത്തൊഴിലാളികളും മുങ്ങൽ വിദഗ്ധരും അടക്കമുള്ള ആളുകളെല്ലാം തന്നെ വിവിധ ബോട്ടുകളിലായി ഉണ്ട്. അവരെല്ലാവരും ഇത്തരം രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഈ കാണാതായ 5 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്.